അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ, വിശേഷ പോസ്റ്റുകളൊക്കെ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ കാണാം. ഇന്ത്യൻ കോമ്പസ്, മാരുതി സുസുക്കി സ്റ്റാർട്ട്സ് എക്സ്പോർട്ട് ഓഫ് മെയ്ഡ് ഇൻ ഇന്ത്യ ഫ്രോൺസ് മോഡൽ ടു ജപ്പാൻ. എന്തൊരു വാർത്തയാണെന്ന് ആലോചിക്കണം. ഇതിൽ ഒരു കാര്യം ഈ പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. ഈ മാരുതി കമ്പനി ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കുമ്പോൾ ആദ്യം നിർമ്മിച്ചിരുന്ന കാറുകൾക്ക് പിന്നീട് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വലിയ ഡിമാൻഡായിരുന്നു. അതിന് കാരണം ഇന്ത്യയിൽ ഫാക്ടറി എന്നാണെങ്കിലും എഞ്ചിൻ അടക്കം പ്രധാന ഭാഗങ്ങളെല്ലാം ജപ്പാനിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അസംബ്ലിംഗ് മാത്രമായിരുന്നു. ഒരു ഫാക്ടറി അല്ലെങ്കിൽ നിർമ്മാണശാല എന്നതിനപ്പുറത്തേക്ക് ഇതൊരു അസംബ്ലിംഗ് യൂണിറ്റ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറിജിനൽ സുസുക്കി എഞ്ചിൻ, ഒറിജിനൽ ജാപ്പനീസ് കാറ് ആയിരുന്നു ആദ്യത്തെ 2-3 വർഷം. അതിനുശേഷമാണ് ഭാഗങ്ങൾ പോലും ഇവിടെ നിർമ്മിച്ചു തുടങ്ങിയത്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇൻഡ് സുസുക്കി എന്ന് പറഞ്ഞിരുന്ന ബൈക്കുകളുടെ കാലം. അപ്പൊ ഇന്ന് ഇൻഡ് സുസുക്കി എന്നുള്ള മോഡൽ തന്നെയില്ല, കമ്പനി വേറെ. പക്ഷെ ഇത് ഈ കൊല്ലക്കുടിയിൽ സൂചിപ്പിക്കുക എന്നൊക്കെ കേട്ട പോലെ ഭാരതം കുതിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് പറയുമ്പോൾ അത് വിശ്വസിക്കാത്തവർക്ക് അത് വെറും പൊള്ളയായ പ്രഖ്യാപനമാണെന്ന് പറയുന്നവരുടെ മുന്നിലേക്ക് ഇതാ ഫ്രോങ്സ്, സുസുക്കിയുടെ ഏറ്റവും പുതിയ മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ SUV ആണ് ഇത്. ടൊയോട്ടയുടെ നാട്ടിലേക്ക്, ഹോണ്ടയുടെ നാട്ടിലേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച SUV ഫ്രോങ്സ് ആദ്യത്തെ ബാച്ച് 1600 യൂണിറ്റ് അത് ഡിപ്പാർട്ട് ചെയ്യപ്പെട്ടു, പുറപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊറിയയുടെയും ജപ്പാന്റെയും, സൗത്ത് കൊറിയയുടെയും ജപ്പാന്റെയും ഒക്കെ ആധിപത്യം അവസാനിക്കുകയാണ് എന്നത് കൂടി നമുക്കിപ്പോൾ അഭിമാനത്തോടെ പറയാം. ശരി, അടുത്തത് നോക്കാം. When half of India is sleeping, yes. Women in Howrah, West Bengal, just 1 kilometer away from the CM's office, പ്രതിഷേധിക്കുകയാണ് അവർ. അതെ, ഈ ഭാരതത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗവും ഉറങ്ങിക്കിടക്കുമ്പോൾ അവിടെ ഉറക്കമില്ലാതെ പ്രതിഷേധിക്കുകയാണ്. 12:05 ദൃശ്യങ്ങളാണ് ഇത്. ബ്രൂട്ടൽ റേപ്പ് ആൻഡ് മർഡർ, ആ ഡോക്ടറുടെ മാനഭംഗത്തിലും കൊലപാതകത്തിലും പ്രതിഷേധിച്ച് ആ വീഡിയോ കാണാം. দেখতে পাচ্ছেন রাত্রিবেলা মানুষ কিন্তু রাস্তা নেমে গেছে। রাত 12টা বাজে, চ্যাটার্জিয়ার বাজার থেকে মিছিল আরম্ভ হয়ে গেছে, এগোচ্ছে আস্তে আস্তে। വലിയ രീതിയിലുള്ള പ്രചരണം ഒരുപക്ഷെ നിർഭയയ്ക്ക് ശേഷം നമ്മൾ രാജ്യവ്യാപകമായി കാണുന്നു എന്നതുകൂടിയാണ്. ഇനി അടുത്തത് കശ്മീരി ഹിന്ദു. ലിസൺ ടു എവ്രി വേർഡ്, ലിസൺ ടു ദിസ് പെയിൻ, ലിസൺ ടു ദിസ് ആങ്കർ, ലിസൺ ടു ദിസ് റിസോൾവ്. കേൾക്കണം ഓരോ വാക്കും, ഈ വേദന, ഈ രോഷം, ഈ നിശ്ചയദാർഢ്യം. കാണാം വീഡിയോ. मेरे को जस्टिस चाहिए, ऐसा तो नहीं है रेप पहली बार हो रहा है। आपको 5 दिन लग गया, स्टेट गवर्नमेंट को 5 दिन लग गया उतर के भाषण देने में कि আমরা इनार साथे কথা বলছিলাম, আমরা उनार साथे কথা। 5 दिन आपको फैब्रिकेट करने में लगा एविडेंस को, या आपको समस्या मतलब समाधान निकाल रहे थे आप क्या बोलना चाह रहे हैं? आपका क्राइम सीन अभी तक सील नहीं है। क्राइम सीन में जो भी आके कुछ भी करके चला जा रहा है। माय क्वेश्चन इज, गवर्नमेंट हॉस्पिटल इज अंडर हुज डोमेन? ये किसके डोमेन में आता है? It comes under state government. You are protesting against your government. जोक बन चुका है एक आज के डेट पे। ये कोई नया बात नहीं है, रेप नया बात नहीं है। उनको ही भरोसा करेंगे जो हम लोग को भरोसा दिलाएगा कि हाँ लॉ चेंज होगा। अब आज हॉस्पिटल में बहुत हो चुका। मैं लॉयर हूँ, कल को मेरे साथ कोर्ट में रेप होगा, तब who will stand for me? I have to stand for myself. This is getting, Mamata Banerjee has never taken rape as a heinous crime. This time I want punishment to be as heinous as the crime was. हम चाहते हैं या तो आप हैंग करें या तो आप हैंड ओवर करें, हम लोग देंगे पनिशमेंट। रास्ता पे हैंग करें, बीच रास्ता पे होना चाहिए सबको। हम लोग सोशल मीडिया हर जगह हम लोग कुछ भी हो जाए सब हड़ताल कर देंगे, लेकिन हम लोग को चाहिए जैसे ആ രോഷം വ്യക്തമാണ്, ആ വേദന. ഇനി മമതാ ബാനർജിക്കും കൂട്ടാളികൾക്കും ഹിന്ദിയോ ഇംഗ്ലീഷോ മനസ്സിലായില്ലെന്ന് നല്ല ബംഗാളിയിലാണ് പറയുന്നത്. ഈ ആശുപത്രി ആരുടെ കീഴിലാണ്? ഈ സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? ഈ ക്രൈം സീൻ സീൽ ചെയ്തിട്ടില്ല. എനിക്ക് നീതി വേണം. ഇത് നിങ്ങൾ ആർക്കെതിരെ ആരോടാണ് പ്രതിഷേധിക്കുന്നത് എന്നാണ് മമതാ ബാനർജിയും കൂട്ടരും നടത്തുന്ന നാടകത്തെക്കുറിച്ച് ഈ കുട്ടികൾ ചോദിക്കുന്നത്. മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, അവരുടെ രോഷം എത്രമാത്രമാണെന്നുള്ളത്. ഈ എത്ര പൈശാചികമായിരുന്നോ, എത്ര ക്രൂരമായിരുന്നോ ഈ ക്രൂരകൃത്യം,
ഈ കൊലപാതകം, ഈ മാനഭംഗം അത്രയും ക്രൂരവും പൈശാചികവുമായിരിക്കണം അവർക്ക് ലഭിക്കേണ്ട ശിക്ഷ എന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്നാണ് പറയുന്നത്. കേൾക്കണം കാതുകളുണ്ടെങ്കിൽ മമതാ ബാനർജി. അടുത്തത് നോക്കാം. കിരൺ ബേഡിയും ഇതേ വിഷയത്തിൽ പോസ്റ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഭാരതത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ കൂടിയാണ് കിരൺ ബേദി. ഇതേ വിഷയത്തിലുള്ള പ്രതിഷേധം, നിയമലംഘനം, ഈ ഭരണ തകർച്ച, നേതൃത്വത്തിന്റെ അഭാവം, ഇതൊക്കെയാണ് കിരൺ ബേദി ചൂണ്ടിക്കാട്ടുന്നത്. First thing when I heard on the BBC, the headline was about this rape case making international news. It embarrassed me as an Indian, and it got me to write my few points as a former police officer. Points which I feel have not surfaced enough for the general knowledge of the general public. To my mind, this was a completely preventable crime. And all that has happened after that and today with the medical strike was totally preventable. God knows how many millions have got കിരൺ ബേദിയുടെ വാക്കുകൾ വളരെ കൃത്യമായി ഇതിനെ അപലപിക്കുകയാണ്. ഭാരതം ഒട്ടാകെ ശബ്ദം ഉയരുകയാണ് ഇതിനെതിരെ. പക്ഷേ മമതാ ബാനർജി മാത്രം കേട്ട ലക്ഷണമില്ല. അടുത്ത് നോക്കാം വളരെ പെട്ടെന്ന്. യെസ്, വളരെ ശ്രദ്ധേയമാണ്. കാരണം മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാൾ ഫാൻസും ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് സാധാരണ അവർ എതിരാളികളാണ്, കടുത്ത എതിരാളികളാണ്. ടീമുകളും അവരുടെ ആരാധകരും അവർ ഇറങ്ങുന്നു ഒരുമിച്ച് ഒരേ ആവശ്യം ഉന്നയിച്ചു. ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും അവകാശപ്പെടാനുള്ളത് എന്നതുകൂടി വ്യക്തമാക്കേണ്ടി വരും. കാരണം രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ഒരേ ആവശ്യത്തിനായി തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച അത് കൊൽക്കത്തയിൽ മാത്രമല്ല ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഉണ്ട് എന്നതുകൂടി ഓർക്കുക. മോഹൻ ബഗാന്റെയും ഈസ്റ്റ് ബംഗാളിന്റെയും വളരെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് സർവേ കൂടി വന്നിട്ടുണ്ട്. അതായത് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ടൈംസ് നൗ മാട്രിക്സ് ഒപ്പീനിയൻ പോളാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ആ കണക്കുകളൊന്ന് നോക്കാം. NDA 121 മുതൽ 141 വരെ സീറ്റ് നേടി അധികാരത്തിലെത്തും. മഹാവികാസ് അഘാടി MVA 91 മുതൽ 106 വരെ സീറ്റ് നേടും. മറ്റുള്ളവർ 11 മുതൽ 16 വരെ. അതായത് NDA സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി BJPയുടെ നില കൂടി നോക്കുക. കാരണം 95 മുതൽ 105 സീറ്റ് വരെ BJPക്ക് മാത്രമായി ലഭിക്കുകയും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചന. അതായത് ഈ അവിടുത്തെ ഇക്വേഷൻസ് നേരെ മാറാൻ പോകുന്നു. ശിവസേന ചെറുതായി മാറുന്നു എന്നുള്ളത് മാത്രമല്ല 55% ആൾക്കാർ ഈ സർവേയിൽ പങ്കെടുത്തതിൽ 55% പേർ പറഞ്ഞത് ലഡ്കി ബാഹിനി സ്കീം അതാണ് ഏറ്റവും അധികം ഈ NDA സഹായിക്കാൻ പോകുന്നതെന്നാണ്. എന്തായാലും സോഷ്യൽ ഗ്രൂപ്പ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു.